ഹായ് നമസ്കാരം. ഡിവൈൻ ടാരോട്ട് 696 എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നമുക്ക് നോക്കാം. ആദ്യ കാർഡ് എന്ന് പറയുന്നത് ദി ഫോൾ കാർഡാണ്. ദി ഫോൾ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇനി ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങളിനി വിഷമിച്ചുകൊണ്ടിരിക്കാനൊന്നും നിങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത് ആ കാർഡ്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷയോടെയും വേഗതയോടെയുമുള്ള ഒരു മുന്നോട്ട് പോകലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ വളരെ ആകാംക്ഷയോടു കൂടിയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് നിങ്ങളുടെ റിലേഷനിൽ. അത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ട് തരുന്നു എന്നാണ് പറയുന്നത്. ആ ഐശ്വര്യം അടുത്ത കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് 4 ഓഫ് വാണ്ട്സ് ആണ്. 4 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീയൂണിയനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇത്രയും ശക്തവും ആത്മാർത്ഥവുമായിട്ട് പോകുന്ന ബന്ധമായതുകൊണ്ട് ഒരു വിവാഹത്തിൽ എത്താനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരു സെലിബ്രേഷനിലേക്ക് എത്തും എന്തായാലും. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നൊരു എനർജിയാണ് ഈ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുപോലെ അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ 2 ഓഫ് കപ്സ് ആണ്. ശക്തമായ ബന്ധമാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു സോൾമേറ്റ് എനർജിയാണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പരസ്പരം അത്രയും ഒരു ആത്മബന്ധവും ഹൃദയബന്ധവും എല്ലാം ഉള്ള ഒരാൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബന്ധത്തെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അത് എത്ര പ്രശ്നങ്ങളുണ്ടായാലും അത് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ശക്തമായ ഒരു ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു സപ്പോർട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ കാർഡ്സ് കാണിക്കുന്ന എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ്. ഒരു വിവാഹത്തിലേക്ക് റിയൂണിയനിലേക്ക് എത്തുന്ന ഒരു ബന്ധമായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. അത്രയും ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അടുത്ത കാർഡ് ടെമ്പറൻസ് എന്ന് പറയുന്നതാണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്, അതായത് ഒരു യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് പല ഇഷ്യൂസും ഉണ്ടാകാം. നമ്മുടെ ഒരു ഇത്രയും പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടു കൂടി പോകുന്ന കാര്യമാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് ഒരു ഒരു പ്രശ്നങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയിലേക്ക് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു സോൾമേറ്റ് എനർജി ആണെങ്കിലും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളതൊരു ബാലൻസ് ചെയ്തു പോകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റീയൂണിയനിലേക്ക് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഈ കാർഡ്സ് എല്ലാം കാണിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാർഡ്സ് എല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങളിത് വിട്ടേക്കുക.